എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട്സ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് അവൈലബിൾ, അപ്പോൾ അതിൽ നമ്മൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെ ഓപ്പൺ ചെയ്തിട്ട് അവരുടെ ആ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ഇത് ഫണ്ടഡ് ട്രേഡിംഗ് പ്ലസ്, ഫണ്ടഡ് നെക്സ്റ്റ്, സർജ് ട്രേഡർ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്ലാറ്റ്ഫോംസാണ് മൈ ഫോറക്സ് ഫണ്ട്, അതുപോലെ FTMO എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോംസ്. അത് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, അത് ബാൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു സെക്യൂരിറ്റി റീസൺ കാരണം, ഒരു സെക്യൂരിറ്റി റെഗുലേഷൻസ് അവർ വന്നിട്ട് ഒരു കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കേസ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഈ ഒരു ഈ ഫേമിൽ ഉള്ള എല്ലാ അക്കൗണ്ട്സും ബ്ലോക്ക്ഡ് ആണ് എന്ന രീതിയിലാണ് നമുക്കൊരു മെസ്സേജ് ആയിട്ട് കാണുന്നത്. ഓക്കെ, സോ ഇതിൽ കേസ് എന്താണെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന രീതിയിലുള്ള ഒരു കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ FTMO മൈ ഫോറക്സ് ഫണ്ട് അവൈലബിൾ അല്ല ഇന്ത്യയിൽ. ഇപ്പോൾ ഉള്ളതിൽ ഈ പറയുന്ന പോലെ F2H ഫണ്ടിങ്, അതുപോലെ ഫണ്ടഡ് നെക്സ്റ്റ്, ഫണ്ടഡ് ട്രേഡിംഗ് പ്ലസ്, ഫണ്ടഡ് ട്രേഡർ എന്ന പ്ലാറ്റ്ഫോംസൊക്കെയാണ് ഇപ്പോൾ ലിസ്റ്റായിട്ടുള്ള ഫണ്ടഡ് ഫേംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇത് ഫണ്ടഡ് ട്രേഡർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ് ഓപ്പൺ ചെയ്തിട്ട് അവരെന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ പ്രീമിയം എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ദി ഫണ്ടഡ് ട്രേഡറിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇപ്പോൾ ഡൗണിൽ നോക്കിയാൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട്, ഓരോ ചാലഞ്ചിന് ഓരോ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്ന രീതിയിൽ അവർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഇതിൽ വരുന്ന ചാലഞ്ചസ്, ഇപ്പോൾ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഒരു 5 ചാലഞ്ചസ് ആണ് വരുന്നത്. ഓക്കെ, അതിൽ സ്റ്റാൻഡേർഡ് ചാലഞ്ച്, റോയൽ, റാപ്പിഡ്, നൈറ്റ് ചാലഞ്ച്, ഡ്രാഗൺ ചാലഞ്ച്, ഈ ഒരു 5 ചാലഞ്ചിങ് ആണ് നമ്മളൊരു അക്കൗണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇവർ അലോക്കേറ്റ് ചെയ്യുന്നത്. നമുക്കിതിൽ ഓരോ ചാലഞ്ചിൽ എന്തൊക്കെ റൂൾസ് ആണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിൽ ഇവാലുവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫേസ് 1, ഫേസ് 2, അതായത് 2 ഇവാലുവേഷൻ ഫേസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ചലഞ്ചിലും 2 ഉണ്ട്, റോയലിൽ 2, റാപ്പിഡിൽ ഇതൊക്കെ 2 ഉണ്ട്, ഡ്രാഗണിലുണ്ട്. നൈറ്റ് ചലഞ്ചിൽ വരുന്ന സമയത്ത് മാത്രം ഒരൊറ്റ ഫേസ് ഓഫ് ചലഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, സെക്കൻഡ് ഫേസ് ഉണ്ടാവില്ല. ഫേസ് 2 എന്ന് പറയുന്ന ആ ഒരു ചലഞ്ച് നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ആദ്യം സ്റ്റാൻഡേർഡ് ചലഞ്ചിൽ ഒരു $5,000 ഒരു അക്കൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്, സ്വിങ് അതുപോലെ റെഗുലർ ഓപ്ഷൻ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ചാലഞ്ചിൻ്റെ നമ്മൊരു $5,000 ഒരു ചാലഞ്ച് എടുക്കുകയാണെങ്കിൽ ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഫേസ് 1 ആണെങ്കിലും ഫേസ് 2 ആണെങ്കിലും. ഇനീഷ്യലി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരു 1 ഇയർ മുമ്പ്, ഈ ട്രേഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് ടൈം അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഡേയ്സിൻ്റെ ഉള്ളിലായിരുന്നു. അതായത് ഫേസ് 1 എന്ന് പറയുന്നത് 30 ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, ഫേസ് 2 എന്ന് പറയുന്നത് 60 ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇവർ ബ്രോക്കേഴ്സിൻ്റെ തന്നെ ഒരു കോമ്പറ്റീഷൻ വന്നതോടുകൂടി, ഒരുപാട് ബ്രോക്കേഴ്സ് വന്നതോടുകൂടി മാക്സിമം ക്ലയൻസിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു ഓഫേഴ്സ് നൽകുകയാണ്. അപ്പോൾ മാക്സിമം ക്ലയൻസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രേഡിംഗ് പീരീഡ് എടുത്ത് കളഞ്ഞതാണ്. ഓക്കെ, കുറേ ട്രേഡിംഗ് പീരീഡ് ഇപ്പോൾ FTMO, മൈ ഫോറക്സ് ഫണ്ട്സിലൊക്കെ ആ ഒരു ഫേസ് 1, ഫേസ് 2 60 ഡേയ്സ് 30 ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എടുത്ത് കളഞ്ഞു, ഒക്കെ അൺലിമിറ്റഡ് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഗുണം തന്നെയാണ്. ഓക്കെ, കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ലോങ് ടേം എന്ന രീതിയിലേക്ക് മെല്ലെ പതിയെ പോയാൽ മതി എന്ന രീതിയിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 3 ദിവസമെങ്കിലും നമ്മൾ ട്രേഡ് ചെയ്തിരിക്കണം ഈ ഒരു ഫേസ് 1 ചാലഞ്ചിൽ. അതേപോലെ ഫേസ് 2 ആണെങ്കിലും 3 ഡേയ്സ് ട്രേഡ് ചെയ്തിരിക്കണം. ഓക്കെ, ലെവറേജ് എന്ന് പറയുന്നത് 1:60 ആൻഡ് 1:60 എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഫേസ് 3 ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഫേസ് 3 എന്ന് പറയുന്നത് ഫേസ് 1 കംപ്ലീറ്റ് ചെയ്ത് ഫേസ് 2 കംപ്ലീറ്റ് ചെയ്ത്
നമ്മൾക്ക് മെയിനായിട്ടുള്ള അക്കൗണ്ട്, അതായത് ട്രേഡ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഈ പറയുന്ന ഫേസ് 3 എന്ന് പറയുന്ന അക്കൗണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ലിവറേജ് തരുന്നത് 1:30 എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവാം. ഓരോ ബ്രോക്കർ എങ്ങനെയാണോ അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അതായത് അവരുടെ സൈറ്റിൽ കയറിയിട്ട് ലൈവ് ചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ എന്താ പറയുക, കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിക്കണം, ഇങ്ങനെ നമ്മൾ ലൈവായിട്ടുള്ള അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ലിവറേജ് എന്ന് പറഞ്ഞത് എന്താ പറയുക, ഒരു ന്യൂസ് അവറിൽ എങ്ങനെയായിരിക്കും, അതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ഇതിൽ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ, അതായത് $5000 ക്യാപിറ്റലിൻ്റെ 10% നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്, ഫേസ് 1 ടാർഗറ്റ് എന്ന് പറയുന്നത്. ഫേസ് 2ലേക്ക് കിടക്കുന്ന സമയത്ത് 5% മാത്രമാണ് നമ്മുടെ ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, $250 എന്ന് പറയുന്നത്. മാക്സിമം ലോസ്, അതായത് ഒരു ടോട്ടലായിട്ടുള്ള ലോസ് വരുത്തുക എന്ന് പറയുന്നത് 10% ആണ്. നമുക്കിവിടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഫേസ് 2ലും അതേപോലെ 10%. ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം ലോസ്, മിനിമം ഡെയിലി ലോസ് എന്ന് പറയുന്നത് 5% ആണ്. ഓക്കെ, 5%, അതുപോലെ ഫേസ് 2ലാണെങ്കിലും 5%. ഇതിപ്പോൾ ലൈവ് അക്കൗണ്ട് ആയാൽ പോലും സെയിം പ്രോസസ്സ്, സെയിം എന്താ പറയുക, ലോസിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു ദിവസം എന്ന് പറയുന്നത് 5% ലോസിൽ, അതിൽ കൂടുതൽ ലോസ് വരാൻ പാടില്ല. അതേപോലെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 10% കൂടുതൽ വരാൻ പാടില്ല. ഈ ഒരു എമൗണ്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകും, അല്ലെങ്കിൽ ബ്രീച്ച് എന്ന രീതിയിൽ നമുക്കൊരു മെസ്സേജ് വരും, നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്കായി എന്നുള്ളത്. ഡ്രോ ഡൗൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ബാലൻസ്. ഓക്കെ, ഇക്വിറ്റി അല്ലെങ്കിൽ ബാലൻസിൻ്റെ ആ ഒരു എമൗണ്ട് വെച്ചിട്ടായിരിക്കും തൊട്ടടുത്ത ദിവസത്തെ കാൽക്കുലേഷൻസ്. ഈ ഒരു ലോസ് എത്ര % ലോസാണ് വരിക, അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റാണ് നമുക്ക് എന്നുള്ളതെല്ലാം ഇക്വിറ്റി ബാലൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡ്രോ ഡൗൺ ടൈപ്പാണ്. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഏതൊരു ബ്രോക്കർ ഏതൊരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിലും ഈ ഡ്രോ ഡൗൺ ടൈപ്പ് നന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഞാൻ വരും വീഡിയോസിൽ ഞാൻ കറക്റ്റായി പറഞ്ഞുതരാം. വെർച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് 1 ഫേസ് 2 ചാലഞ്ചിലൊന്നും നമുക്ക് ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ അക്കൗണ്ടിലേക്ക് കയറുന്ന സമയത്താണ് നമുക്ക് ഇനീഷ്യലി 80%, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ 80% നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. 20% അവരെടുക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു $100 നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതെങ്കിൽ ആ ഒരു മന്തിൽ 80%, അതായത് $80 നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. 20% അവരെടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. വീക്കെൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫേസ് 1ഉം ഫേസ് 2ഉം അതുപോലെ റിയൽ അക്കൗണ്ടിലാണെങ്കിലും നമുക്ക് വീക്കെൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു സ്വിങ് അക്കൗണ്ടിലാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ എക്സ്പേർട്ട് അഡ്വൈസേഴ്സ്, അതായത് ബോട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇതിൽ നോക്കുന്നത്. ഓക്കെ, ഈ എന്ന് പറയുന്നത് നമ്മൾ ബോട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ബോട്ട് യൂസ് ചെയ്തിട്ടുള്ള ട്രേഡിങ്. ഓക്കെ, ഓട്ടോമാറ്റിക് ട്രേഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാൻ പറ്റുമോ എന്നാണ് അതിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റ് വിഡ്രോവൽ എന്ന് പറയുന്നത് ആ ഒരു 21 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ 2 ഫേസും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ട്രേഡ് പ്ലേസ് ചെയ്ത ശേഷം ഫസ്റ്റ് ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 21 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്യാനുള്ളൊരു ഓപ്ഷനുള്ളൂ. ഓക്കെ, പിന്നെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നമ്മൾ ഇനീഷ്യലി കൊടുത്ത ആ ഒരു പ്രീമിയം, ഇപ്പോൾ നമുക്ക് ഈ ഒരു $5,000 പ്രീമിയം എന്താ പറയുക, ആ ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമുക്ക് എന്താ പറയുക $65 നമ്മൾ പ്രീമിയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, $65 എന്ന് പറഞ്ഞാൽ ഏകദേശം 5,600 6,000 റുപ്പീസിൻ്റെ അടുത്ത് നമുക്ക് പ്രീമിയം കൊടുക്കേണ്ടി വരും. നമ്മൾ എന്താ പറയുക, ഈ ഒരു $65 നമുക്ക് അതും കൂടി ചേർത്തിട്ട് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്കിത് റീഫണ്ടബിളാണ്. ഓക്കെ, ഈ റീഫണ്ടബിൾ ഫീസും ഈ ഫസ്റ്റ് വിഡ്രോവൽ ബോണസ് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പാസ്സായാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ റെഗുലർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എല്ലാം സെയിം തന്നെ ആയിരിക്കും. ലിവറേജിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, 1:200, 1:200. അതുപോലെ നമ്മുടെ റിയൽ അക്കൗണ്ട് ആകുമ്പോൾ 1:100 എന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും വലിയ ഡിഫറൻസ് വരുന്നില്ല, ഇക്വിറ്റി ഓർ ബാലൻസ് തന്നെയാണ്. വീക്കെൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ വീക്കെൻഡ് ഹോൾഡിംഗ് നടക്കില്ല. അപ്പോൾ വീക്കെൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് എടുത്ത് ലൈവ് അക്കൗണ്ടിന് ശേഷം നമ്മൾ വീക്കെൻഡ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട് ബ്രീച്ച് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ,
എന്ത് ചെയ്യാൻ പാടും എന്ത് ചെയ്യാൻ പാടില്ല ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി റാപ്പിഡ് ചാലഞ്ച് എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ 5000 എടുക്കുകയാണെങ്കിൽ അതേ തന്നെയാണ്, സെയിം അൺലിമിറ്റഡ് തന്നെയാണ് നമ്മൾ ട്രേഡിംഗ് ഡേയ്സ്. അതുപോലെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് നേരത്തിൽ 3 ദിവസം ഉണ്ടായിരുന്നത് 0 ഡേയ്സ് എന്ന രീതിയിലേക്ക്. ഇവിടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 10% മാറി 8% ആയിട്ടുണ്ട്, ഫസ്റ്റ് ഫേസ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 5% തന്നെയാണ്. മാക്സിമം ലോസ് 10%-നുള്ളത് മാറി 8% ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലും കുറഞ്ഞു. നമുക്ക് ലോസ് വരുത്തുന്ന ആ ഒരു എമൗണ്ട് അടക്കം നമുക്ക് കുറഞ്ഞ, നേരത്തെ $500 ഉള്ളവിടെ നമുക്കിപ്പോൾ $400 ലോസ് വന്നാൽ പോലും നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും. ഓക്കെ, ഇവിടെ ഡ്രോ ഡൗൺ ടൈപ്പ് എന്ന് പറയുന്നത് ബാലൻസ് ആണ്. ഓക്കെ, ഇക്വിറ്റി ഓർ ബാലൻസ് എന്നതിന് പകരം വെറും ബാലൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ആ ഒരു പ്രീമിയം എന്ന് പറയുന്നത് $79 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെയും നമുക്ക് അക്കൗണ്ട് റീഫണ്ടബിൾ ഫീസ് തന്നെയാണ്. ഓക്കെ, റോയൽ ചാലഞ്ച് അക്കൗണ്ടിൽ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ $50,000 തൊട്ടാണ് നമുക്ക് ആ ഒരു അക്കൗണ്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. 50,000, അതുപോലെ 1 lakh, 2 lakh, 3 lakh, 4 lakh. ഓക്കെ, റോയൽ ചാലഞ്ച്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ റെഗുലർ അല്ലെങ്കിൽ സ്വിങ് എന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ട് ഇല്ല, ഒറ്റ അക്കൗണ്ടാണ്. അതിലും നമുക്ക് അൺലിമിറ്റഡ് ഡേയ്സ് ആണ് തരുന്നത്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 5 ആണ്. ലിവറേജ് എന്ന് പറയുന്നത് 1:200 ആണ്. ഇവിടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 8% ആണ്. ഓക്കെ, ഫസ്റ്റ് ഫേസ് ടാർഗറ്റ് 8%, സെക്കൻഡ് ഫേസ് ടാർഗറ്റ് എന്ന് പറയുന്നത് 5%. മാക്സിമം ലോസ് എന്ന് പറയുന്നത് 10% ആണ്. അതുപോലെ ഡെയിലി ലോസ് എന്ന് പറയുന്നത് 5%. ഓക്കെ, ഇത് $50,000 ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു എമൗണ്ട് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ ഡ്രോ ഡൗൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ബാലൻസ്. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ റിയൽ അക്കൗണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് 80% സ്കെയിൽ, 80% പ്രോഫിറ്റ് സ്പ്ലിറ്റ് കിട്ടും. മാക്സിമം 90%. അത് കുറച്ച് മാസങ്ങളോ കുറച്ച് വർഷങ്ങളോ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 90%ലേക്ക് എത്തുള്ളൂ. സ്കെയിലിംഗ് ആണത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 90%ലേക്ക് നമുക്ക് സ്കെയിലിംഗ് തരുള്ളൂ. അതുപോലെ 30 ഡേയ്സ് കഴിയണം. നമ്മൾ ലൈവ് അക്കൗണ്ട് ആയ ശേഷം നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്ത് 30 ദിവസം കഴിഞ്ഞാലേ നമുക്ക് വിഡ്രോവൽ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റോയൽ ചാലഞ്ചിൻ്റെ 50,000 എടുക്കണമെങ്കിൽ നമുക്ക് $289 നമ്മൾ പേ ചെയ്യേണ്ടി വരും. നമ്മൾ ലൈവ് അക്കൗണ്ട് ആയ ശേഷം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എമൗണ്ട്, ഈ $289 നമുക്ക് റീഫണ്ടബിൾ തന്നെയാണ്. ഓക്കെ, അതുപോലെ നൈറ്റ് ചാലഞ്ച്. ഇപ്പോൾ നൈറ്റ് ചാലഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം 10% ടാർഗറ്റ്. മാക്സിമം ലോസ് എന്ന് പറയുന്നത് നേരത്തെ വെച്ച് വളരെ കുറഞ്ഞു, 8%-ൽ മാറി 6% ആണ് മാക്സിമം ലോസ്. ഡെയിലി ലോസ് എന്ന് പറയുന്നത് 3%. ഓക്കെ, പിന്നെ AI ബോട്ടിൻ്റെ സഹായത്തോടെ ഓട്ടോമാറ്റിക് ട്രേഡിംഗ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡ്രോ ഡൗൺ ടൈപ്പ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. റിലേറ്റീവ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് എന്താ പറയുക, ഇക്വിറ്റി, ബാലൻസ്, അതുപോലെ മറ്റൊരു ടൈപ്പാണ് റിലേറ്റീവ് ഡ്രോ ഡൗൺ എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണത്തിൻ്റെയും ഡിഫറൻസ് ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ ക്ലിയറായി പറഞ്ഞു തരാം. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഏത് പ്രീമിയം കൊടുത്ത് ഏതൊരു അക്കൗണ്ടാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രീമിയം എന്ന് പറയുന്നത് $59 ആണ്. പിന്നെ അതുപോലെ നമുക്ക് വിഡ്രോ ചെയ്യുന്ന ആ ഒരു ഡേയ്സ് എന്ന് പറയുന്നത് 30 ഡേയ്സിൽ നിന്ന് മാറ്റി നമ്മൾ 7 ഡേയ്സ്, അതായത് ഒരു ലൈവ് അക്കൗണ്ട് ആയ ശേഷം ഒരു ട്രേഡ് പ്ലേസ് ചെയ്ത് പ്രോഫിറ്റബിൾ ആണെങ്കിൽ അടുത്ത 7 ദിവസത്തിനുള്ളിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. എല്ലാ എന്താ പറയുക, പ്രീമിയം നമുക്ക് ഫസ്റ്റ് വിഡ്രോയിൽ തന്നെ നമുക്ക് റീഫണ്ടബിൾ തന്നെയാണ്. ഓക്കെ, ഇതിൽ ഈ ഒരു നൈറ്റ് ചാലഞ്ചിൽ മാത്രമാണ് നമുക്ക് ഫേസ് 2 എന്ന് പറയുന്ന ആ ഒരു വെരിഫിക്കേഷൻ ഇല്ലാത്തത്. നമുക്ക് ഒറ്റ ഫേസിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ഡ്രാഗൺ ചാലഞ്ചിലും റെഗുലർ അതുപോലെ സ്വിങ് എന്ന രീതിയിലുള്ള അക്കൗണ്ട്സ് ഉണ്ട്. ഇവിടെ നമുക്ക് 3 ഫേസസ് ആണ്. ഡ്രാഗണിൽ വരുന്ന സമയത്ത് 3 ചാലഞ്ചിങ് ഫേസ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യണം, സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ചെയ്യണം, തേർഡ് ഫേസും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലും സെയിം അൺലിമിറ്റഡ് ട്രേഡിംഗ് പീരീഡാണ്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ലിവറേജ് 1:30. ഇവിടെ വെർച്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 8% ആണ് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 5%. അതുപോലെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 10%. ഡെയിലി മാക്സ് ലോസ് എന്ന് പറയുന്നത് 5%. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആണ്. ഡ്രോ ഡൗൺ ടൈപ്പ് എന്ന് പറയുന്നത് ബാലൻസ് ബേസ്ഡ് എന്ന് പറയും. ഓക്കെ, അതുപോലെ 90% ആണ് ഇവിടെ വിഡ്രോവൽ എന്ന് നമുക്ക് കിട്ടുന്നത്. 90% വിഡ്രോവൽ സ്പ്ലിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, വീക്കെൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ വീക്കെൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. AI യൂസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇങ്ങനെയാണ് ഒരു 5 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉള്ളത്. ചാലഞ്ച്, റാപ്പിഡ്, റോയൽ, നൈറ്റ് ചാലഞ്ച്, ഡ്രാഗൺ ചാലഞ്ച്. അതിലും ചില കേസിൽ ഇപ്പോൾ ഈ സ്വിംഗ് അക്കൗണ്ട്, റെഗുലർ അക്കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡിൽ വരുന്നുണ്ട്, അതുപോലെ റാപ്പിഡിൽ വരുന്നുണ്ട്, നൈറ്റിലും ഇല്ല, റോയലിലും ഇല്ല, പിന്നെ ഡ്രാഗനിലും വരുന്നുണ്ട്. ഈ 3 അക്കൗണ്ടിലാണ് ഈ സ്വിങ്ങും റെഗുലറും വരുന്നത്. സ്വിങ്ങും റെഗുലറും ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വീക്കെൻഡ് ഹോൾഡിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. സ്വിങ് എന്ന് പറയുന്ന സമയത്ത് വീക്കെൻഡ് ഹോൾഡിങ് അവൈലബിൾ ആണ്, റെഗുലർ എന്ന് പറയുന്ന സമയത്ത് വീക്കെൻഡ് ഹോൾഡിങ് അവൈലബിൾ അല്ല. ഓക്കെ, അങ്ങനെ ഹോൾഡ് ചെയ്താൽ നിങ്ങൾ റിയൽ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകും. ഡിലീറ്റ് മീൻ ബ്രീച്ച് ആയി പോകും, അതായത് അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോകും. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ ആ ഒരു ഫേസും ചാലഞ്ചും, അതുപോലെ അവരുടെ ആ ഒരു പ്രീമിയം, എത്ര പ്രീമിയം അടയ്ക്കണം, ഇതിൻ്റെ റൂൾസ്. ഈ ഒരു റൂൾസ് എന്താണെന്നുള്ളത് നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കുക. 5%, 10%, ഓരോ അക്കൗണ്ടിൻ്റെയും എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിൽ ഈ ഒരു അക്കൗണ്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ ലോസ് ആവാനുള്ള പോസിബിലിറ്റി എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ അക്കൗണ്ട് ലോസ് ആവുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ക്ലിയറായി പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഇവരുടെ ഒരു വെബ് പേജിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഹോം പേജിൽ എന്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും ഇത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ഡെയിലി ലോസ്, ഇത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ മാച്ച് ലോസ് എന്നൊക്കെ ഇതിൽ പറയുന്നതല്ലാതെ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതൊന്നും അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പറയുമായിരിക്കും ഈ ഡ്രോ ഡൗൺ ടൈപ്പ് ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ഡ്രോ ഡൗൺ ടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അവർ ഒരിക്കലും പറയില്ല. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ക്ലിയറായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് അക്കൗണ്ട് ചൂസ് ചെയ്യണം, എങ്ങനത്തെ ചൂസ് ചെയ്യണം, ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ 8% അല്ലെങ്കിൽ 10% നമുക്ക് പ്രോഫിറ്റ് എടുത്താൽ പോരെ, അല്ലെങ്കിൽ 8% അല്ലേ ടാർഗറ്റ് ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചേക്കാം. നമ്മളിപ്പോൾ സ്റ്റോക്സിലും അല്ലെങ്കിൽ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഗോൾഡിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരായിരിക്കും. ഒരു ദിവസം 8% അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ 8% എന്ന് പറയുന്നത് 20 ട്രേഡിംഗ് ഡേയ്സിൽ ഒരു ദിവസം 1% എടുത്താൽ പോലും നമുക്ക് 2 മാസം 3 മാസം കൊണ്ട് നമുക്ക് ചെയ്തുകൂടെ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ അതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ വേറൊരു സബ്ജക്റ്റും കൂടി ഉണ്ട്, കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് ട്രേഡിങ് ചെയ്യുന്നവർക്ക് ഒരു ഡെമോ എന്ന രീതിയിൽ ട്രേഡ് ചെയ്ത് നോക്കാം. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, ഡെമോ എന്ന രീതിയിൽ ഇവരുടെ കോമ്പറ്റീഷനിൽ ട്രേഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കോമ്പറ്റീഷൻ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രീമിയം കൊടുത്തിട്ട് നമുക്കൊരു അക്കൗണ്ട് എടുക്കുന്നതിന് പകരം ഈ കോമ്പറ്റീഷനിൽ ടോപ്പ് 100ൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഇവർ ആ ഒരു സെർട്ടൺ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കും. പ്രീമിയം കൊടുത്ത് നമ്മൾ എടുക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അക്കൗണ്ട് ഇവർ കൊടുക്കും. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ദി ഫണ്ടഡ് ട്രേഡർ എന്ന് പറയുന്നതിൽ റൈറ്റ് സൈഡിലുള്ളതിൽ ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. ഓക്കെ, കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓൾറെഡി ഫിനിഷ് ചെയ്ത കോമ്പറ്റീഷൻസ് ഓൾറെഡി ഇവിടെ എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എത്ര പേര് അതിൽ ഓരോ കോമ്പറ്റീഷനിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അപ്കമിങ് എന്ന് പറയുന്നൊരു കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കോമ്പറ്റീഷൻ എന്താണെന്നുള്ളത് അതിൽ കാണിക്കാം. റൂൾസ് രജിസ്റ്റർ, അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് ഒരു എന്താ പറയുക ഇമെയിലിലേക്ക് നമുക്ക് ആ ഒരു യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ സെർവർ നെയിം ഇതൊക്കെ കൂടിയിട്ടുള്ള MT5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമുക്കിതിൻ്റെ ഒരു ക്രെഡൻഷ്യൽ പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻ്റെ റൂൾസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്ലേസിൽ എത്തുന്നവർക്ക് റോയൽ ചാലഞ്ചിൻ്റെ ഒരു $400,000 അതായത് $4 ലക്ഷം റോയൽ ചാലഞ്ച് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് നമുക്ക് പ്രീമിയം കൊടുക്കാതെ തന്നെ നമുക്കത് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഫസ്റ്റിൽ എത്തുന്നവർക്ക്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ $7,500 ക്യാഷ് പ്രൈസും ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ പ്രീമിയം കൊടുത്ത് നമ്മൾ ചലഞ്ചിലേക്ക് കടക്കുന്ന ആ ഒരു അക്കൗണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലാതെ ലൈവ് അക്കൗണ്ട് അല്ല. നമ്മൾ ഇത് എടുത്തിട്ട് നമ്മൾ പിന്നെ ലൈവ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. phase 1 phase 2 ചാലഞ്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ പ്രീമിയം ഇനീഷ്യലി കൊടുക്കുന്ന പ്രീമിയം കൊടുക്കാതെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ. സെക്കൻഡ് എത്തിക്കഴിഞ്ഞാൽ $300,000 അതായത് $3 ലക്ഷം റോയൽ ചാലഞ്ച് അക്കൗണ്ടാണ് കിട്ടുക. അതോടൊപ്പം തന്നെ
അതോടൊപ്പം തന്നെ 2500 ക്യാഷ് പ്രൈസും. തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 200K റോയൽ ചാലഞ്ച് അക്കൗണ്ട് പ്ലസ് 1500 ക്യാഷ് പ്രൈസ്. ഫോർത്ത് പ്ലേസിലേക്ക് എത്തുന്നവർക്ക് ഡ്രാഗൺ ചലഞ്ചിൻ്റെ 200K അക്കൗണ്ടാണ് കിട്ടുന്നത്. 5th പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ 100Kൻ്റെ ഡ്രാഗൺ ചലഞ്ച് പ്ലസ് 500 ക്യാഷ്. അപ്പോൾ രണ്ടോടി ക്യാഷ് പ്രൈസ് ഈ ഒരു 5th പ്ലേസ് വരെ കിട്ടുന്നുണ്ട്. ബാക്കി 6ാമത്തെ പ്ലേസ് മുതൽക്ക് ഏകദേശം ഒരു 25ാമത്തെ പ്ലേസ് വരെ ഉള്ളവർക്ക് 100K, അതായത് 100Kൻ്റെ ഡ്രാഗൺ ചലഞ്ച് കിട്ടും. അതേപോലെ 26ാമത്തെ പ്ലേസ് തൊട്ട് ഏകദേശം ഇവിടെയല്ലേ 75th പ്ലേസ് വരെ ഉള്ളവർക്ക് 50Kൻ്റെ ഡ്രാഗൺ ചലഞ്ച്. അതുപോലെ 76ാമത്തെ പ്ലേസ് തൊട്ട് ഏകദേശം 100 പ്ലേസ് വരെ ഉള്ളവർക്ക് 25,000ൻ്റെ ഡ്രാഗൺ ചലഞ്ച്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രീമിയം കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന ഒരു അക്കൗണ്ടാണ്. ഇതിൽ കോമ്പറ്റീഷനിൽ നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡ്രാഗൺ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ നൈറ്റ് ചാലഞ്ച് എന്ന് പറയുന്നൊരു അക്കൗണ്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഡ്രാഗൺ ചാലഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് അവർ. ചിലപ്പോൾ ഓരോ മാസം ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഓരോ മാസം ഇവർ ഏത് അക്കൗണ്ട് വേണമെങ്കിലും ഇവർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു 25 ലാസ്റ്റ് ഒരു 100ൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ $25,000 അക്കൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പ്രീമിയം കൊടുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ $135 പ്രീമിയം കൊടുക്കാതെ തന്നെ അവരുടെ ഒരു കൂപ്പൺ കോഡ് നമുക്ക് അയച്ചു തരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു അക്കൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സെക്കൻഡ് ചാലഞ്ച്, തേർഡ് ചാലഞ്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതാണ് ആ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് ആദ്യം 100ൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ റൂൾസ് ഇത് തന്നെയാണ്. ഡെയിലി 5% താഴെ ലോസ് ആവാൻ പാടില്ല. മാക്സിമം ലോസ് എന്ന് പറയുന്നത് 10%, അതിൽ കൂടുതൽ ലോസ് ആവാൻ പാടില്ല. മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഒരു 5 ദിവസമെങ്കിലും നമ്മൾ അതിൽ ട്രേഡ് ചെയ്തിരിക്കണം. EAR നോട്ട് അലൗഡ്, അതായത് ബോട്ട് യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരു വ്യക്തിക്ക് ഒരൊറ്റ അക്കൗണ്ടേ നൽകുകയുള്ളൂ. അതായത് ഒരു ഇമെയിൽ ഐഡിയിലേക്ക് ഒരു അക്കൗണ്ട് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ റൂൾസ് ലോട്ട് സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം 5 പേയേഴ്സ് നിങ്ങൾക്ക് ഓപ്പൺ പൊസിഷനിൽ വയ്ക്കാം. ഓക്കെ, 5 പേയേഴ്സ്. അതിൽ ഒരു പെയറിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം 5 ലോട്ട് വരെ നിങ്ങൾക്ക് പോകാം 4x പേയേഴ്സിൽ. ഓക്കെ, ഓപ്പൺ പൊസിഷനിൽ 5 പാടുള്ളൂ. നിങ്ങൾക്ക് ഒരു പൊസിഷനിൽ തന്നെ മാക്സിമം 5 എന്താ പറയുക ലോട്ട് സൈസിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇൻഡിസസിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 3 ലോട്ട് വരെ മാക്സിമം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേപോലെ ക്രിപ്റ്റോ ആണെങ്കിലും കമ്മോഡിറ്റി ആണെങ്കിലും 3 ലോട്ടേ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് അവരുടെ റൂൾസ് എന്ന് പറയുന്നത്. ഈ ഒരു റൂൾസ് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ശേഷം 1-2 മാസം ഇതിൽ ട്രേഡ് ചെയ്ത് നോക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കി നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ അതൊക്കെ നോക്കിയ ശേഷം നമുക്ക് റിയൽ അക്കൗണ്ടിലേക്ക് പോകാം. അതുമല്ല എന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷനിൽ കിട്ടുന്ന ആ ഒരു 100 കാറ്റഗറിൻ്റെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമുക്ക് ചൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക വിൻ ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി നോക്കിയ ശേഷം നമുക്ക് ഈ ഒരു ഫേസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ലൈവ് അക്കൗണ്ടിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഓക്കെ, പ്രീമിയം കയ്യിലില്ലാത്തവർക്കാണ് ഈ ഒരു കോമ്പറ്റീഷൻ. അത് എന്താ പറയുക കയ്യിൽ എമൗണ്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ കോമ്പറ്റീഷൻ കൊടുക്കുന്നത്. അപ്പോൾ 1-2 മാസം നമുക്കത് ഫസ്റ്റിലോ അല്ലെങ്കിൽ ആദ്യത്തെ 100-നുള്ളിൽ എത്താൻ പറ്റില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു മാസം നമ്മൾ 50-ലോ 100-ൻ്റെ ഇടയിൽ എത്താനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. ഓക്കെ, പ്രോപ്പറായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.